അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അറബിക് ഫുഡായ ചിക്കൻ മച്ബൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായി ഞാൻ ആദ്യം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുളക്, മല്ലി, ഓൾ സ്പൈസസ്, 3 ടൈപ്പ് ജീരകം, പെരി ജീരകം, വലിയ ജീരകം, സാജീരകം, കുരുമുളക് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഉള്ളി, ഉണക്ക നാരങ്ങ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ച മല്ലി സംഭവങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കണം. അതാണ് നമ്മളെ മെയിൻ മസാല. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ച മച്ബൂസിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അവിടെ വേവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ മെയിൻ സംഭവം റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളിയും ഉണക്കനാരയും കൂട്ടിയിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് സോട്ടായിട്ട് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ജാറിൽ കുറച്ച് തക്കാളി കട്ട് ചെയ്തിട്ടത് അതൊന്ന് അരച്ച് പേസ്റ്റാക്കി ഇട്ടിട്ടൊക്കെ അതിലേക്ക് ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച മച്ബൂസ് മസാല ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ റെഡിയാക്കി വെച്ച ഉള്ളിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ റൈസിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെല്ല ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ച് കഴുകിയിട്ടെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ആ റൈസ് ആവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സൈഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കേട് കിട്ടാൻ വേണ്ടിയിട്ട് കേട് ആക്കാൻ വേണ്ടിയിട്ട് കക്കിരി അരച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കക്കിരി അരച്ചിട്ട് തൈരിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള തക്കാളിൻ്റെ ചട്നി ഉണ്ടാക്കാൻ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് വിനാഗിരി, കഷ്ണം ഉള്ളി, മല്ലിച്ചപ്പൊക്കെ ഇട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മച്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബൈ ബൈ.